ഇന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർമ്മയായെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം ഇന്ത്യൻ യുവത്വത്തിന് പ്രചോദനമായതിന്റെ ഓർമ്മകളിൽ കൂടി നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 11 വർഷമാകുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളോട് പങ്കുവച്ച പാഠങ്ങൾ വരും തലമുറയ്ക്കും പ്രചോദനമാകുന്നു. Friends, good evening to all of you. First of all, I would like to say that I'm very sorry that I got delayed because I got into a big young crowd. I could not come out of it. Okay. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്വപ്നങ്ങൾക്ക് ചിറകേകിയ മനുഷ്യൻ, കരുത്തിന്റെ അഗ്നിച്ചിറകുകൾ ഇന്ത്യക്കു നൽകിയ മഹാപ്രതിഭ. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഡോക്ടർ കലാം ദാരിദ്ര്യത്തിന്റെ പരിമിതികൾക്കപ്പുറം സ്വപ്നം കാണുകയും ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത മഹാപ്രതിഭയായിരുന്നു. ബാല്യത്തിൽ പത്രവിതരണം ചെയ്ത് കുടുംബത്തെ സഹായിച്ച അദ്ദേഹം വിദ്യാഭ്യാസത്തോടുള്ള അർപ്പണബോധവും കഠിനാധ്വാനവും കൊണ്ട് ഇന്ത്യയുടെ പ്രമുഖ ശാസ്ത്രജ്ഞനായി ഉയർന്നു. ബഹിരാകാശ പ്രതിരോധ രംഗങ്ങളിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇന്ത്യയുടെ ശാസ്ത്ര ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ളവയാണ്. മിസൈൽ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയതിനാൽ അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ പ്രശസ്തനായി. ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത അദ്ദേഹം ത്രിശൂൽ, പൃഥ്വി, നാഗ്, അഗ്നി എന്നീ മിസൈലുകളുടെ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു. പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്രോപദേശകൻ തുടങ്ങിയ സുപ്രധാന പദവികളും വഹിച്ചു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിലെന്നും നിറഞ്ഞുനിന്ന ജനകീയ രാഷ്ട്രപതിയായിരുന്നു. രാജ്യത്തിന്റെ പുരോഗതിക്കും സമൂഹത്തിന്റെ ഉന്നമനത്തിനുമായി APJ ചെയ്ത വിലമതിക്കാനാവാത്ത സംഭാവനകൾ കണക്കിലെടുത്ത് രാജ്യം ഭാരതരത്നം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. യുവജനങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. സ്വപ്നം കാണൂ, ആ സ്വപ്നങ്ങൾ നിങ്ങളെ പ്രാവർത്തികമാക്കാൻ പ്രചോദിപ്പിക്കട്ടെ എന്ന അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്നും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് വഴികാട്ടിയാണ്. കലാമിന്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകൾ ഇന്നും യുവതലമുറയെ ഏറെ പ്രചോദിപ്പിക്കുന്നു. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാഷണം നടത്തുന്നതിനിടെ അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതവും ആശയങ്ങളും എന്നും ഇന്ത്യൻ യുവതയ്ക്ക് പ്രചോദനമായി നിലനിൽക്കും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.